സത്യം പറ, ഞാനാണ് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് മേടിക്കുന്നത്. തന്നോട് ആരാ പറഞ്ഞേ? സത്യം പറഞ്ഞെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ലേ. അറിയൂലേ? നിങ്ങളല്ലേ ബാവലി സാറിന്റെ അടുത്ത് പോയി പറഞ്ഞത് യുവമാർക്ക് ഞാനാ കള്ളു മേടിച്ചു കൊടുത്തു? നിങ്ങളല്ലേ യുവമാരെ കള്ളു പിടിപ്പിച്ച്? എന്റെ പേര് പറഞ്ഞേ? എനിക്കൊന്നും അറിയത്തില്ലേ. അറിയാമെങ്കിലും ഞാൻ പറയത്തില്ലേ. ഈ കുട്ടിയോട് തളിപ്പി വൈ, വെള്ളം ഒഴി, കത്തിലെടുപ്പ്, ഇങ്ങനെ പുഴുങ്ങിയെടുക്കാന്ന്. അതെ, അതിന് കുറെ സമയം എടുക്കും. നമുക്ക് ഇയാളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാം. അതാ നല്ലത്. അപ്പൊ തെളിവുണ്ടാവൂല. മണ്ണെണ്ണ എവിടെ? ചെയ്യാൻ വേണ്ടി കത്തിച്ചാൽ ഈ കളർ മാറില്ല. കത്തിക്കാം. എനിക്കൊന്നും അറിയത്തില്ലേ. എന്തായാലും കോളേജിൽ വെളിയിലാക്കുമല്ല, ജയിലിൽ പോയാലും കുഴപ്പമില്ല. പരോളിൽ വരുമ്പോ കാണണ കളിയാ. അറിയത്തില്ല കുഞ്ഞുങ്ങളെ. 4 ലോണുണ്ട്. എന്നെ കൊല്ലല്ലേ. അയ്യേ കത്തിക്കാം. എന്റെ ബേബി ഞാൻ പറഞ്ഞ കേക്ക്. അയാളും കൂടി പറഞ്ഞോട്ടെ പ്രിൻസിപ്പളാ. അയാളും പറഞ്ഞോട്ടെ പ്രിൻസിപ്പളാന്ന്. ആ എന്തിന്? ഞാനിത് കേട്ടെന്ന്. നിങ്ങളന്ന് ഫംഗ്ഷൻ പോയിട്ട് ഭാര്യയെ തെറി വിളിച്ചില്ലേ പ്രിൻസിപ്പളിന്റെ? ആ ദേഷ്യം കംപ്ലീറ്റ് ആയിട്ട് പ്രിൻസിപ്പളിന്റെ ഭാര്യയുടെ. നമ്മൾ തെറ്റിച്ചിട്ട് പ്രിൻസിപ്പൾ നിങ്ങളെ 3 പേരും തെറ്റിച്ചാലേ കോടതി നന്നാവുള്ളൂ അവര് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ പറഞ്ഞ കാര്യം ആരും അറിയണ്ട കേട്ടോ. ഓക്കെ സാർ നിൽക്കണം. പ്രിൻസിപ്പളിനെ കാണാൻ സമയമായി. വാ നമുക്ക് അങ്ങോട്ട് പോവാം. സാറും വാ. ഞാൻ വന്നത് സാറ് നന്നേ പറ്റൂ. വാ ചോദിക്കാം. ഞാൻ വന്നോ? സാറേ വളരെ ഹാപ്പിയാണല്ലോ. നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങളെ പറ്റി ഇപ്പം ആലോചിച്ചേ ഉള്ളൂ. നിങ്ങളതിനിടെ ആവശ്യമില്ലാത്ത ക്യാൻറ്റീൻ കിടന്ന് വഴക്കുണ്ടാക്കിയത് മോശമായി പോയിട്ടാ. ഇത്രയും ഇണവരിയാത്ത സുഹൃത്തുക്കൾ ലോകത്തൊരിടത്തും കാണൂല. ശരി സാറേ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇണവരിയാത്ത സുഹൃത്തുക്കളെ. ഇവർ ഈ കോളേജിന്റെ അഭിമാനമാണ് സാറേ. പിന്നെ സാർ ഞങ്ങൾ അടിച്ചു പിരിഞ്ഞു. കപട സ്നേഹം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി സാർ. ഞങ്ങൾ നന്നാവും തീരുമാനിച്ചു സാറേ. അയ്യോ, അതെന്ത് പറ്റി മകളൻ സാറേ? എനിക്കങ്ങനെ അറിയാം. എന്തായാലും സാർ ഒരു കാര്യം സത്യം കേട്ടോ, ഇതൊരു വലിയ മാറ്റത്തിന് തുടക്കമാണ്. ഇവരെ അടിച്ച് പിരിയുണ്ടായിരുന്നു. ഒരുമിച്ച് കാണുന്നതിൻ്റെ എന്തൊരു ഐശ്വര്യമായിരുന്നു. ആണോ? സാറ് ഞങ്ങൾക്ക് മാപ്പ് തരണം. സാറിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വിളിക്കാതല്ലേ നമ്മൾ വന്നിട്ട് നമ്മൾ മനഃപൂർവ്വം അലമ്പുണ്ടാക്കി. അതുകൊണ്ട് സാറ് മാപ്പ് തരണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ടെന്ന് തോന്നുന്നല്ലേ സാറേ? അവർ പറഞ്ഞോട്ടെ സാറേ. സാറേ പുറിഞ്ചു വന്ന് സാറിന്റെ ഭാര്യ ഭദ്രകാളി എന്ന് വിളിച്ചില്ലേ? അതിന് പുറിഞ്ചിന് വേണ്ടി ഞാൻ സാറിൻ്റെ അടുത്ത് മാപ്പ് പറയാം. നീ അതിന് മാപ്പ് പറയണം. ഞാനല്ല മാപ്പ് പറയണ്ട്. മാപ്പ് സാറേ, ഞാൻ വീട്ടിൽ വന്ന് മാപ്പ് പറയാം. അല്ല എനിക്കും പറയണം സാർ. അന്ന് എല്ലാവരും കൂടി നിന്നപ്പം അല്ലേ പറഞ്ഞത് സാറിൻ്റെ ഭാര്യ സാറ് ഡൈവേഴ്സ് ചെയ്യണമെന്ന്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞല്ലേ വീണ്ടും ഓർമ്മിപ്പിക്കണോ? അല്ല, സാറിൻ്റെ കാര്യയുടെ ബാലിൽ അല്ല ഭാര്യയുടെ കാലിൽ വീണോ? കാലിലൊന്നും വീണ്ട. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സാറേ വീണോട്ടെ സാറേ. ഇവർക്ക് എങ്ങനെ മാതൃസ്നേഹം? ഒരു മാതൃസ്നേഹം വേണ്ട. ഇതോടെ എല്ലാം വെച്ച് നിർത്തിക്കോണം. അവനവൻ്റെ പാട് നോക്കി പോയി ക്ലാസ്സിൽ പോയി. ഇല്ല സാർ, ഞങ്ങൾ സാറിന്റെ ഭാര്യൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ഉണർത്താനുണ്ട്. അല്ലേ? ഉണർത്തിക്കൂടെ സാറേ. എന്ത് ഉണർത്ത്? സാറിന്റെ കാമുകയായ വിലാസിനി ടീച്ചറെ സാറ് ചതിച്ചു എന്നുള്ളത് അന്ന് പ്ലക്കാർഡ് ഇത് കാണിച്ചല്ല. അന്ന് ഇവിടെ നിന്ന് എല്ലാവരും കൂടി അത് സാറ് ചതിയെന്നല്ല. സാറിപ്പോഴും ആ പ്രണയം, പരിശുദ്ധമായ പ്രണയം ഇപ്പോഴും പരിശുദ്ധമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് സാറിന്റെ ഭാര്യയെ ഉണർത്തിക്കണം. അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇവിടെ വേണം സാർ. അല്ല, അതിൻ്റെ ആവശ്യമുണ്ട്. എന്നറിയാം സാറേ, സാറിൻ്റെ മനസ്സ് ഇത്രയും പരിശുദ്ധമാണെന്ന് ഭാര്യ അറിയണമല്ലോ. ഇതോടുകൂടി കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവട്ടെ. സാറേ അവന്മാർ എനിക്കറിയില്ല സാർ, എനിക്ക് കുടുംബമൊന്നുമില്ല. സാറ് ഞങ്ങൾ സാറിന്റെ വീട്ടിലേക്ക് പോട്ടെ സാർ. പോണ്ട സാറ് പൊക്കോട്ടെ. പോണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, പോവാം. പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട. നിങ്ങൾ പോയി ആവശ്യമില്ലാത്ത കാര്യം ഇടപെടാതെ. ഞങ്ങൾ പോവും. പോണ്ട. ഇവിടെ അടുത്ത് തന്നെയല്ലേ സാറേ, പുറകെ കൂടെ അറിയാം. ഗ്യാസായിരിക്കും സാർ. എന്തേ? ഇല്ല, ഇത് അറ്റാക്കാണ്. അറ്റാക്കാണ്. കുഴപ്പമില്ല. എൻ്റെ അവസാനമായി സ്വന്തം മക്കളൊക്കെ കൂടെ നിങ്ങളെ സ്നേഹിച്ചത്. അവസാന കാലത്ത് നിങ്ങളൊക്കെ അടുത്തുണ്ടല്ലോ. ഞാൻ ഒരു സത്യം പറയാം. 25 വർഷമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് നിങ്ങളെൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. ഞാൻ എന്ത് സന്തോഷിച്ചെന്നറിയാമോ? അതിൻ്റെ അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ വിളിച്ച്. നിങ്ങൾ ഫോൺ എടുത്തില്ല. അവർ മൂക്കറ്റം കള്ളായിരുന്നു സാറിനെ വിളിച്ച്. എന്നെ വിളിച്ചാ? ഞാൻ കവിതയുടെ ഹാങ് ഓവറിലായിരുന്നു. ഇനി പറ, വീട്ടിൽ പോയി പറയണോ? നിങ്ങൾക്ക് ഇനി എന്ത് വേണം ചെയ്യാം, ഇഷ്ടം പോലെ ചെയ്യാം. സാറേ മാപ്പ് തരണം സാറേ, എല്ലാത്തിനും മാപ്പ് തരണം. പറയില്ല. ഇനി ഒരിക്കലും മത്തങ്ങ പോലുള്ള സാറിന്റെ മുഖം പുളിങ്കുരു പോലായെന്ന് ഞാൻ പറയില്ല സാർ. സാറിന്റെ രൂപം വൈക്കൽത്തുരു പോലെയാണ് പറയുന്നത്.
അറിയാതെ പറഞ്ഞു സാർ നോക്കുകുത്തിയാണെന്ന്. ഇല്ല ശരി, നീ മാപ്പൊന്നും പറയണ്ട. ഞങ്ങൾക്ക് ഞാൻ ക്ഷമിച്ചേക്കണം. നിങ്ങൾ ചെല്ലേ. വീട്ടിൽ പോവില്ലല്ലോ? ഇല്ല സാർ. പോവല്ലേ? ഇല്ല സാറേ, അവർ പോകില്ല. നീ ചെല്ലേ. അതെ സാറേ, എന്തിനായിരുന്നു സാറേ ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടി? അത് ഞാൻ പറയാം. നിങ്ങൾ തമ്മി പിരിഞ്ഞാലെങ്കിലും നന്നാകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അയ്യോ പാവം. അല്ലാതെ വേറെ ഒരു ദേശമില്ല. കേട്ടാ കേട്ടാ സ്നേഹം കേട്ടാ, ഇതിനു വേണ്ടിയാണ് ഞാൻ ചെയ്തത്. മാപ്പ് സാർ. ആ ആ പരിശുദ്ധായ അമ്മേരെ കാലിൽ വീണതുണ്ട് കേട്ടോ. അത് വേണ്ടടാ. പറ്റില്ലല്ലോ. വേണ്ട, അത് വേണ്ട. പോട്ടെ മോനെ, പോട്ടെ. കേട്ടാ ചെല്ല്. എല്ലാവരും പോയി. ഞാൻ പോണോ? ഓ, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. പോയാ ഇപ്പോൾ പെട്ടുപോയാൽ കളപ്പെടുക്കൂസുകൾ എപ്പോഴും വരും, എന്നെ കരയിപ്പിക്കും, അങ്ങ് ഇറങ്ങിപ്പോവും. ഇപ്രാവശ്യം അവന്മാരെ കരയിപ്പിച്ചു. സാറ് പോയില്ലേ? ഇല്ലേ, സംഗീത ടീച്ചർ വന്നില്ലേ? അറിഞ്ഞില്ല. വന്നോ പോയെന്ന് അറിയില്ലല്ലോ. സാറും സംഗീത ടീച്ചറും നല്ല ചേർച്ചയാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ആണാ? നിങ്ങൾ വേണം എൻ്റെ ഇടമല്ല. ഇടാൻ വലത് പണിയല്ലേ? ഒന്നുമില്ല. പോയില്ലായിരുന്നല്ലേ? ഇല്ല, പോയിന്ന് വിചാരിച്ചു അല്ലേ? വിചാരിച്ചാ? നാണമില്ല സാറേ. ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളല്ലേ, രാവിലെ ഇറങ്ങും വള്ളിക്കളസ് തൊട്ട് വൈഫ് തൊട്ട് ഉടയ്ക്കും. ഇത്രയും പ്രായമില്ല ഒന്നുമില്ല. കഷ്ടം. ഒരു കാലത്ത് ഈ കോളേജ് നന്നായാലും ശരി, താങ്കൾ നന്നാവില്ല, ആ പിള്ളേർ നന്നാവും. കഷ്ടം.